പുതുവത്സരത്തിൽ, പ്രത്യേകിച്ച് 2025 എല്ലാ ആശംസകളും കൃത്യമായിട്ട് നേരുകയാണ്. നമ്മൾ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചപ്പോൾ ഈ വർഷത്തിൽ മുഴുവനും നമുക്ക് മുമ്പിലേക്ക് പോകാനുള്ള ഒരു ലക്ഷ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിനെ വിജയത്തോടുകൂടി തന്നെ മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ആദ്യം നമ്മൾ വ്യക്തമായിട്ട് അറിയണം, നമുക്ക് ഈ ഒരു വർഷം കൂടി തന്ന ദൈവത്തിന്റെ ഉന്നതമായ ലക്ഷ്യം എന്താണ് എന്നുള്ളത്. അപ്പം ദൈവത്തിൻ്റെതായ ഉദ്ദേശം നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ മുതൽ, അല്ലെങ്കിൽ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മളെ മെനഞ്ഞ് ഒരു ശിശുവായിട്ട്, ഒരു നിഷ്കളങ്കമായ ഒരു കുഞ്ഞായി നമ്മളെ മെനഞ്ഞപ്പോൾ മുതൽ നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഞാൻ നിർമ്മിച്ച ഈ കുഞ്ഞ്, ഞാൻ നിർമ്മിച്ച ഈ മകൻ, എൻ്റെ മകള്, അത് എങ്ങനെ എപ്രകാരമുള്ള ഒരു കുഞ്ഞായിട്ട് വളരണം, രൂപാന്തരപ്പെടണം, ആ കുഞ്ഞ് എവിടെ എത്തണം, അല്ലെങ്കിൽ ഞാൻ സൃഷ്ടിച്ച ഈ മകൻ അവന്റെ സ്വന്തം ജീവിതത്തിൽ അവനെടുക്കുന്ന തീരുമാനം, തെരഞ്ഞെടുപ്പ്, അവന്റെ വിശ്വാസം, അവന്റെ സ്നേഹം, ഇതെല്ലാം അവന്റെ ജീവിതത്തിലെ സമർപ്പണം, മനോഭാവം, ഇതെല്ലാം എങ്ങനെയെല്ലാം ആകണമെന്ന് ദൈവത്തിനൊരു വ്യക്തമായ ഒരു നല്ല ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിനനുസരിച്ചാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് നമ്മളെ നിർമ്മിച്ച് ആക്കിയിരിക്കുന്നത്. നമ്മുടെ മധ്യത്തിൽ കുഞ്ഞുങ്ങളുണ്ട്, നമ്മുടെ മധ്യത്തിൽ ടിയാറ, നമ്മുടെ നെഹമായ, അതേപോലെ നയറ, അതുപോലെ അനൂറേനെയൊക്കെ ഇവിടെ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ എല്ലാം കാണുമ്പോൾ അവരുടെ എല്ലാം മുഖത്തേക്ക്, ആ കുഞ്ഞുങ്ങളുടെ എല്ലാം മുഖത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും എത്ര നിഷ്കളങ്കമായിട്ടാണ് ദൈവം ആ കുഞ്ഞുങ്ങളെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അവരുടെ മുഖത്ത്, അവരുടെ മനസ്സിൽ, അവരുടെ ചിന്തയിൽ, അവരുടെ പ്രവൃത്തിയിൽ, ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ അവരെത്ര നിഷ്കളങ്കരാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അതുപോലെയാണ് ഒരു ദിവസം നമ്മളെയും ദൈവം സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവം ഈ നമ്മെ എല്ലാം നിർമ്മിക്കുന്നതിന് മുമ്പ് ദൈവം സ്വർഗത്തില്, ഇതിനെക്കാട്ടൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി കാലങ്ങൾക്കൊക്കെ മുമ്പ് ദൈവം സ്വർഗത്തിൽ അവൻ നിർമ്മിച്ച മറ്റൊരു സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മുതൽ നമുക്കിന്ന് തുടങ്ങാം. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 14-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാവ് 14-ാം അധ്യായത്തിൽ അതിൻ്റെ 12 മുതൽ 15 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു മനോഹരമായ ഒരു ചിത്രം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്: അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, അത്യുന്നതനോട് ഞാൻ സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പം ദൈവത്തിന്റെ ഒരു മനോഹര സൃഷ്ടിയാണ് ഇവിടെ പറയണത്. അരുണോദയ പുത്രനായ ശുക്രൻ, അതായത് ഉദയസൂര്യന്റെ പ്രഭ പോലെ സുന്ദരനായ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. പക്ഷെ അവനെ സംബന്ധിച്ച് വെട്ടേറ്റ് അവന് താഴേക്ക് പോയി, അല്ലെങ്കിൽ അവനെ പുറത്തേക്ക് തള്ളിക്കളഞ്ഞത് നമുക്ക് കാണാം. നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു വെച്ചാൽ അവൻ അവിടുന്ന് അവനിരുത്തിയിരുന്ന സ്ഥലത്ത് നിന്ന് അവനെ പുറന്തള്ളി. അവൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം സ്വർഗത്തിൽ ദൈവം അത്യുന്നതമായ സ്തുതിയോടും ബഹുമാനത്തോടും അവൻ എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യനായി. നമ്മൾ പാടിയതുപോലെ, സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സ്തുതിക്ക് യോഗ്യനായ യേശുനാഥ. അതെ, സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം, എല്ലാ പുകഴ്ചകൾക്കും എല്ലാ ആരാധനയ്ക്കും യോഗ്യനായി വസിക്കുന്ന, വാഴുന്ന സർവശക്തനായ നമ്മുടെ ദൈവം. ആ ദൈവത്തിന്റെ മഹത്വവും പുകഴ്ചയും സ്തുതിയും ആരാധനയും മോഹിച്ചു എന്നുള്ളത്. എന്നുവെച്ചാൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് മീതെ, അതായത് ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും,
അത്യുന്നതനോട് ഞാൻ സമനാകും. ഇതെല്ലാം അവന്റെ ഹൃദയത്തിൽ അവൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു വേദഭാഗം കൂടി അവിടെ വായിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം. എസ്കേലിന്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ 12 മുതൽ 17 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എസ്കേൽ 28-ാം അധ്യായത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായി ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ലി, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിൽ ഉള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. അപ്പൊ ആളെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നു. ഇതാരാണ്? ദൈവത്തിന്റെ സൃഷ്ടിയിൽ, ദൈവത്തിന്റെ ഇല്ലെങ്കിൽ അവിടെ ദൈവത്തിന്റെ സമാഗമന കൂടാരത്തിൽ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്ത് അവിടെ നിർമ്മിച്ചിരിക്കുന്നതും ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബിനെയാണ്. സമാഗമന കൂടാരത്തിന്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം ഉണ്ടാക്കാൻ നിർമ്മിച്ചിരുന്ന, ഇല്ലെങ്കിൽ അവിടെ പറഞ്ഞിരുന്നതായ കാര്യം അപ്രകാരമുള്ളതാണ്. ഒന്ന്, ഇവിടെ സ്വർഗത്തിൽ അതിനെക്കാട്ടിയൊക്കെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി മുമ്പാണ് ഇവിടെ പറയുന്നത്. നീ ചിറക് വിടർത്തി മറക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായി. നമ്മയും സൃഷ്ടിച്ച ദൈവം, ഭൂമിയിൽ മനുഷ്യനെ ദൈവം നിർമ്മിക്കുമ്പോഴും നമ്മുടെ മധ്യത്തിലുള്ള ഈ കുഞ്ഞുങ്ങളെ പോലെ ഒരു ദിവസം നമ്മളും ദൈവത്തിന്റെ നിർമ്മല സൃഷ്ടിയായി, ഒരു നിർദോഷമായ കുഞ്ഞായി, നിഷ്കളങ്കമായ ഒരു കുഞ്ഞായിട്ട് ഭൂമിയിൽ ജനിച്ച ഒരു സൃഷ്ടിയാണ് നമ്മൾ. അപ്പൊ നമ്മെ സംബന്ധിച്ചും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഇപ്പൊ ഈ കെരൂബിനെ സംബന്ധിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഉദ്ദേശത്തെ ദൈവം എന്ത് ചെയ്തു? ഇല്ലെങ്കിൽ ആ ഉദ്ദേശത്തിനനുസരിച്ച് ദൈവം അവനെ നിർത്തിയിട്ടുണ്ടെങ്കിലും, പക്ഷെ അവന്റെ സ്വന്തം തെരഞ്ഞെടുപ്പ്, അവന്റെ സ്വന്തം തീരുമാനം, അതാണ് ഇവനെ അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ഇടവരുത്തിയത്. അവന്റെ സ്വന്തം സ്ഥലത്ത് നിന്ന് ദൈവം അവനെ ആക്കിയിരിക്കുന്ന മനോഹര സ്ഥലത്ത് നിന്ന്, ആ ഒരു മനോഹരമായ ഇരിപ്പിടത്തിൽ നിന്ന് ദൈവം അവനെ പുറത്തേക്ക് കളയേണ്ടി വന്നു. അവിടെ നമുക്ക് കാണാം, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. ഓക്കെ, നമുക്കിവിടെ എല്ലാം കാണിച്ചിരുന്ന ഇതൊരു ഡ്യുവൽ പ്രൊഫസിയാണ്. ഇതെല്ലാം ഈ യെശയ്യാവിൽ പറയുമ്പോഴും എസെക്കിയേൽ പറയുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഇതിന്റെ അകത്ത് പരമാർത്ഥമായി സംഭവിച്ച മറ്റൊരു കാര്യത്തെ എടുത്തു കാണിക്കുകയാണ്. വാസ്തവത്തിൽ നടന്നത് ഒരു കെരൂബിന്റെ ജീവിതത്തിൽ, ഒരു കെരൂബിനെ ദൈവം സൃഷ്ടിച്ച കെരൂബിൽ നടന്ന ഒന്ന്. ഇത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും യൂദ എഴുതിയ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് കാണിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ കഴിയും. അത് 6-ാം വാക്യത്തിലാണ്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടു പോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ട് പോകുന്നു. അപ്പം ഈ കെരൂബ് മാത്രമല്ല, ഇല്ലെങ്കിൽ ഇപ്രകാരമുള്ള ലൂസിഫർ എന്ന് പറയുന്ന ഈ വ്യക്തി മാത്രമല്ല, ഈ ദൂതൻ മാത്രമല്ല, അവനോടൊപ്പം 3-1 ദൂതന്മാരും കൂടിയാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ 3-1 നക്ഷത്രങ്ങളെയാണ് അവിടെ വലിച്ചു താഴേക്ക് കൊണ്ടുവരും. 3-1 നക്ഷത്രങ്ങൾ, അല്ലെങ്കിൽ 3-1 ദൂതന്മാരെ അവിടെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതാണ് ഇവിടെ യൂദ എഴുതുന്നത്. സ്വന്തം വാസസ്ഥലം വിട്ടു പോകുന്ന ദൂതന്മാരെ, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ
മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതിനുള്ള കാരണം എന്താണ്? അഹങ്കാരം, നിഗളം, സ്വാർത്ഥത. ദൈവത്തെ പോലെ ആകണം, ദൈവത്തിന് ലഭിക്കുന്ന മഹത്വം, പുകഴ്ച ഇതെല്ലാം എനിക്കും കിട്ടണം. ഇങ്ങനെ പാപം ചെയ്ത ദൂതന്മാരെ ദൈവം നിത്യശിക്ഷാ വിധിക്കായിട്ട് ചങ്ങലയിട്ട് ദൈവം സൂക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്രകാരം പോകുന്ന പിശാചിന്റെ ഒരു ലക്ഷ്യമുണ്ട്. അപ്പൊ ആദ്യം പാപം നടന്നത് മറ്റെങ്ങുമല്ല, പാപം നടന്നത് സ്വർഗത്തിൽ തന്നെയാണ്. ചിന്തിക്കണം, പാപത്തിൽ എന്ത് സാഹചര്യം കൊണ്ടാണ് പാപം ചെയ്തത്? ഇല്ലെങ്കിൽ സ്വർഗത്തിൽ എന്ത് പാപം ഉണ്ടായി? ഇല്ലെങ്കിൽ അവിടെ എന്ത് തിന്മയ്ക്കുള്ള സാധ്യത ഉണ്ടായി? ഒരു സാധ്യതയുമില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ അത് ചെയ്തത്, ഇല്ലെങ്കിൽ അവിടെ ആ പാപത്തിനുള്ള വഴി, അവസരങ്ങൾ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് ചെയ്തു, ഇല്ലെങ്കിൽ അവിടെ അങ്ങനെ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനത് ചെയ്യേണ്ടി വന്നത്. സാഹചര്യത്തെ കുറ്റം പറയും, അവസ്ഥകളെ കുറ്റം പറയും. സ്വർഗത്തിൽ എന്തുണ്ടായി? അപ്പം പാപം എന്നുള്ളത് ഒരു തെരഞ്ഞെടുപ്പാണെന്നും പാപത്തിന്റെ ആ ഭയാനകത, അല്ലെങ്കിൽ പാപം മൂലം എന്തെല്ലാം എന്തെല്ലാം ഭവിഷ്യത്തുകളാണ് വരുന്നതെന്നും നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചിരിക്കുകയാണ്. പാപം ഒരു തെരഞ്ഞെടുപ്പാണ്. പാപം മൂലം മനുഷ്യന്റെ ജീവിതത്തിലാണെങ്കിലും അവനെ നിത്യമായ ഒരു ശിക്ഷാവിധിയിലേക്ക് പോകാനായിട്ട് ഇടവരുന്നതാണ് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണിച്ചിരുന്ന മറ്റൊരു കാര്യം. അതായത് മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 25-ാം അധ്യായത്തില് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. 41-ാം വാക്യത്തിലാണ്, പിന്നെ അവൻ എടുത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, പിശാചിന് അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയാം. അപ്പൊ നിത്യാഗ്നി എന്നുള്ളത്, നരകം എന്നുള്ളത് ദൈവം തന്റെ ജനത്തിൽ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയതല്ല. വാസ്തവത്തില് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് തീർത്തു പറയും. അപ്പൊ ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്, പാപം ചെയ്ത ദൂതൻ, ഇല്ലെങ്കിൽ പാപം ചെയ്ത ദൂതന്മാർ, അവർക്ക് സ്വന്തം വാസസ്ഥലം നഷ്ടപ്പെട്ടു, സ്വർഗം അവർക്ക് നഷ്ടപ്പെട്ടു. ദൈവത്തിൽ നിന്ന് അവർക്ക് ഇനി യാതൊരു അനുഗ്രഹമോ അവകാശമോ ഇല്ലെങ്കിൽ അവർക്കൊരു സന്തോഷമോ യാതൊന്നും അവർക്ക് ഇനി ലഭ്യമല്ല എന്ന് നമുക്ക് കാണാം. അങ്ങനെയുള്ള പിശാചി, ഇല്ലെങ്കിൽ പാപം ചെയ്ത് ദൈവദൂതൻ സാത്താന അല്ലെങ്കിൽ പിശാചായി മാറി. പക്ഷേ ഇവരുടെ ലക്ഷ്യം പിന്നെ എന്താണ്? 33-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 1 മുതൽ 6 വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ, ദൈവത്തിന്റെ മനോഹരമായ സൃഷ്ടിയാണ് ദൈവത്തിന്റെ മനുഷ്യൻ. 1:26 നമുക്ക് കാണാം, ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും ദൈവം തന്റെ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ സ്വഭാവത്തോടുകൂടി, ദൈവത്തിന്റെ ദൈവികമായ ഒരു സ്വഭാവം, ഭാവം, മനോഭാവത്തോടുകൂടി ദൈവത്തെ സ്നേഹിക്കുവാൻ, ദൈവത്തോടുള്ള ബന്ധം പുലർത്തുവാൻ കഴിയുന്ന ഒരു ആത്മാവോടുകൂടി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അപ്രകാരം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുക എന്നത് പിശാചിന്റെ ഒരു ലക്ഷ്യമായിരുന്നു. അതായത് ശത്രുവായ പിശാചിന് എന്നുമുള്ള ഒരു ലക്ഷ്യമാണ്, ദൈവം ഒരു കാര്യം ചെയ്താൽ അതിന് എതിരായിട്ട് കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് തുടർച്ചയായിട്ട് കാണാൻ സാധിക്കും, ദൈവം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ പദ്ധതിയെ തകിടം മറിക്കുക. അപ്പം അവൻ ആ ഒരു ലക്ഷ്യത്തോടുകൂടി പുറപ്പെട്ടിരിക്കുകയാണ്. ആ ഒരു ലക്ഷ്യത്തോടുകൂടി അവൻ പുറപ്പെട്ടു. ഇവിടെ 33-ാം അധ്യായത്തില് നമുക്ക് കാണാൻ സാധിക്കും, പാമ്പ് സ്ത്രീയുടെ അടുക്കൽ വരികയാണ്. അങ്ങനെ ദൈവം ചെയ്യരുതെന്നും തിന്നരുതെന്നും കൽപ്പിച്ചിരുന്ന കാര്യങ്ങളെ പിശാച് അവളെ ബ്രെയിൻ വാഷ് ചെയ്യിപ്പിച്ച് അവളെ കൊണ്ട് പറിച്ച് തീറ്റിപ്പിച്ചു അവളുടെ ഭർത്താവിന് കൊടുക്കുവാനിടയാക്കി. അതിനുശേഷം നമുക്ക് കാണാം ആ സംഭവത്തിൽ എന്താ നടന്നതെന്ന്
13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 3:13 കാണാൻ സാധിക്കും, സ്ത്രീ തന്നെ അത് പറയുന്നുണ്ടത്. യഹോവയായ ദൈവം സ്ത്രീയോട്, നീ ഈ ചെയ്തത് എന്തെന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു. അതാണ് വാസ്തവം. പാമ്പ് എന്നെ വഞ്ചിച്ചു. അപ്പൊ പിശാചിന്റെ ഒരു ലക്ഷ്യമാണ് വഞ്ചിക്കുക, ചതിയിലൂടെ ആളുകളെ വഞ്ചിക്കുക. അപ്പം ഈ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അവന്റെ പേരിൽ അനവധി, അല്ലെങ്കിൽ സാത്താനെ വിളിക്കുന്ന അനവധി പേരുകളിൽ ഒന്നാണ് ചതിയൻ അല്ലെങ്കിൽ വഞ്ചകൻ. അപ്പൊ അവന് പല പല പേരുകളുണ്ട്. കൊലപാതകൻ, ബോഷ്ക് പറയുന്നവന്റെ അപ്പൻ, ഇങ്ങനെ പല പേരുകളിൽ അവനെ അറിയപ്പെടാറുണ്ട്. അപ്പം ഇവിടെ പറയുന്ന മറ്റൊരു അവന്റെ പ്രധാനപ്പെട്ട കാര്യമാണ് വഞ്ചിക്കുക എന്നുള്ളത്. അപ്പൊ വഞ്ചിക്കുക എന്നുള്ളത് അവനെ ഈ വെളിപ്പാട് പുസ്തകം നമ്മൾ 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ അതിന്റെ 1 മുതൽ 3 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു 1000 ആണ്ട് കഴിവോളം ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. എന്ത് ചെയ്യാതിരിക്കാനാണ്? വഞ്ചിക്കാതിരിക്കാൻ. കാരണം ഇവന്റെ സ്വഭാവം വഞ്ചനം. ഇവൻ വഞ്ചിച്ചുകൊണ്ടേയിരിക്കും. വെളിപ്പാട് 12-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ നമുക്ക് നോക്കാം. അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർഗവും അതിൽ വസിക്കുന്നവരുമായുള്ളവരെ ആനന്ദിപ്പിൻ, ഭൂമിക്കും സമുദ്രത്തിനും അയ്യോ കഷ്ടം, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പൊ അവനറിയാം കർത്താവ് യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടി. കാരണം കൊലോസ്യർ ലേഖനം 2:16-15 വാക്യത്തിലെല്ലാം നമ്മൾ വായിക്കുമ്പോൾ, അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു ക്രൂശിൽ അവരുടെ മേൽ ജീവോത്സവം കൊണ്ടാടി. പിശാച് പല പ്രകാരത്തിലും ലോകത്തിലേക്ക് വന്ന കർത്താവ് യേശുവിനെ, മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി മറുവിലയാകാൻ വന്ന യേശുവിനെ ആ യാഗത്തിൽ നിന്ന് തടസ്സപ്പെടുത്തുവാൻ പിശാച് അനവധി കാര്യങ്ങൾ ചെയ്തു നോക്കി. കാരണം പിശാചിന്റെ കയ്യിൽ അവൻ പാപം ചെയ്യിപ്പിച്ചുകൊണ്ട്, പാപത്തിലൂടെ അവനെ പോലെ പാപിയാക്കിക്കൊണ്ട്, അനുസരണക്കേടും അധർമ്മവും ലംഘനവും എല്ലാം ചെയ്യിപ്പിച്ചുകൊണ്ടും മനുഷ്യനെ അവൻ്റെതായ ഒരു ചങ്ങലക്കുള്ളിൽ അവൻ അടച്ചുപൂട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. അവിടെ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ, പാപം ചെയ്യുന്നവനെല്ലാം, അല്ലെങ്കിൽ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, അല്ലെങ്കിൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. യേശു പിശാചിനെ കുറിച്ച് പറയുന്നതായ മറ്റൊരു ഭാഗമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായകയാൽ സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്നെടുത്ത് പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാണ്. അവൻ ഭോഷ്ക് പറയുന്നവനാണ്, അവന് സത്യമില്ലെന്ന് പറയുന്നു, അവൻ കൊലപാതകനാണെന്ന് പറയുന്നു, അവൻ നുണയന്റെ അപ്പനാണ്. ഇവൻ എപ്പോഴും നുണ പറയും, വഞ്ചന ചെയ്യും. നമുക്ക് പുതിയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, സാത്താൻ വെളിച്ചത്തിന്റെ ദൂതനായി വേഷം ധരിക്കും. വെളിച്ചദൂതൻ എന്നുവെച്ചാൽ വെളിച്ചം ദൈവമാണ്. ദൈവത്തിന്റെ ദൂതനായി പോലും വേഷം ധരിക്കാൻ പിശാചിന് കഴിയും. അപ്പം പല പ്രകാരത്തിലും വഞ്ചിക്കുക, ചതിക്കുക എന്നുള്ളതാണ് ഇവന്റെ ലക്ഷ്യം. ദൈവം തന്റെ മനോഹരമായ കൈകളാൽ നിർമ്മിച്ചിരിക്കുന്ന നിഷ്കളങ്കമായ കുഞ്ഞായിട്ട് ഈ ഭൂമിയിൽ ജനിപ്പിച്ച ഒരു ശിശുവായി നിർമ്മലതയോടുകൂടി സൃഷ്ടിച്ച ഒരു കുഞ്ഞിനെ, അത് സ്ത്രീയായാലും പുരുഷനായാലും ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കാൻ നിർമ്മിച്ച ദൈവത്തിന്റെ മനോഹര സൃഷ്ടിയാണ് മനുഷ്യൻ. ആ മനുഷ്യനെ
ദൈവത്തിൽ നിന്ന് നശിപ്പിക്കുക, ദൈവമായിട്ടുള്ള ബന്ധം തകർക്കുക, നഷ്ടപ്പെടുത്തുക. ഇതാണ് പിശാചിന്റെ ലക്ഷ്യം. ദൈവത്തിൽ നിന്ന് അപ്പം ദൈവം എന്താ ചെയ്തത്? ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ, മനുഷ്യന് ദൈവം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം ഇതാണ്. ദൈവവും മനുഷ്യനും തമ്മിൽ മനോഹരമായ ഒരു കൂട്ടായ്മ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിൽ ജീവിക്കാനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ദൈവം നമ്മളെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പദ്ധതി ഇതാണ്. പക്ഷെ അവിടെയാണ് സാത്താൻ ആ ഒരു ബന്ധത്തെ, മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആസ്വദിക്കുമ്പോൾ പിശാചിന് ഭയങ്കര അസൂയാണ്. അത് തകർക്കണം. അവന് നഷ്ടപ്പെട്ടതാണ് ദൈവവുമായിട്ടുള്ള ബന്ധം, സ്വർഗം, ഇതെല്ലാം ഈ മനോഹരമായ അവസ്ഥകളെല്ലാം അവന് കൈവിട്ടു പോയതാണ്. എനിക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട്, എനിക്ക് കൈവിട്ടു പോയതുകൊണ്ട് ഇനി ആർക്കും ഇത് കിട്ടരുത്. അതുകൊണ്ട് അവൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ കർത്താവായ യേശുവിന്റെ മരണത്തോടുകൂടി അവനെ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവന്റെ മേൽ ജീവോത്സവം കൊണ്ടാടിയത് മുതൽ അവനെ അറിയാം, അല്പകാലമേ എനിക്ക് ശേഷിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് അല്പകാലമേ തനിക്കിന് ഉള്ളൂ എന്നറിഞ്ഞവൻ മഹാക്രോധത്തോടുകൂടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഇനി ദൈവത്തിന്റെ ശേഷിപ്പായിട്ട് ശേഷിക്കുന്ന മനുഷ്യരെയും കൂടി ദൈവത്തിൽ നിന്ന് തെറ്റിക്കണം. അപ്പം വാസ്തവത്തില് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം തന്റെ ജനത്തെ, ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവമായിട്ടുള്ള ആ ഒരു വലിയ ബന്ധത്തിൽ ദൈവം നിർമ്മിച്ചുവെങ്കിലും ദൈവം അനവധി കാര്യങ്ങളിലൂടെ ദൈവം പ്രതീക്ഷിക്കുന്നത് ഇപ്രകാരമാണ്. ആവർത്തന പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ആ നിർമ്മല മനസ്സ്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആ ഒരു വലിയ സ്നേഹത്തിൽ നിന്നും ദൈവത്തിന്റെ ആ വലിയ കരുതലിൽ നിന്നും നമ്മളോട് ദൈവം സംസാരിക്കുന്ന കാര്യം ഇപ്രകാരമാണ്. ആവർത്തനം 6-ാം അധ്യായത്തിന്റെ 4 മുതൽ നമ്മളോട് സംസാരിക്കുന്ന കാര്യം ഇതാണ്. അന്ന് ഇസ്രായേൽ ജനങ്ങളോട് സംസാരിച്ചതും ഇന്ന് പുതിയ നിയമത്തിലും നമ്മളോട് സംസാരിച്ചിരിക്കുന്നതും ഇതേ കാര്യം തന്നെയാണ്. ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു. വേറെ ആരുണ്ട്? ദൈവമല്ലാതെ, ദൈവത്തിന് നാമും ദൈവവും, ഇതാണ്, ഈ ഒരു കാര്യം മാത്രമേ ലോകത്തിലുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ദൈവം മനുഷ്യന് വേണ്ടി നിർമ്മിച്ചതാണ്. പക്ഷികളായാലും മൃഗങ്ങളായാലും വെള്ളമായാലും കാറ്റായാലും ചൂടായാലും തണുപ്പായാലും മഴയായാലും മഞ്ഞായാലും സൂര്യനായാലും സകലതും ദൈവം മനുഷ്യന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ പ്രപഞ്ചം മുഴുവനും അവന്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ദൈവം തന്നത്. അപ്പൊ ദൈവവും മനുഷ്യനും മാത്രമേ ഉള്ളൂ ഇവിടെ. ഇപ്പൊ ദൈവവും മനുഷ്യനും മാത്രമുള്ള ആ ഒരു ബന്ധത്തിൽ ഇവിടെ ദൈവം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം അവർക്ക് 10 കൽപ്പന കൊടുക്കുമ്പോൾ, അതായത് ന്യായപ്രമാണ കാലത്തിലേക്ക് കടന്നു വരുമ്പോൾ ബൈബിൾ ചരിത്രത്തിൽ 3 കാലഘട്ടങ്ങളാണ്. ഒന്ന് പിതാക്കന്മാരുടെ കാലം, അത് ആദാം മുതൽ മോശയ്ക്ക് ന്യായപ്രമാണം കിട്ടുന്നവരെയുള്ള ഒരു കാലമാണ് പിതാക്കന്മാരുടെ കാലം. ദൈവം അന്ന് അവരോട് ദൈവം നേരിട്ടാണ് സംസാരിച്ചത്. അബ്രഹാമിനോട് നേരിട്ട് സംസാരിച്ചു, നോഹയോട് നേരിട്ട് സംസാരിച്ചു, യോബിനോട് സംസാരിച്ചിട്ടുണ്ട് ദൈവം. അതേപോലെ തന്നെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് കാണാം. നോഹയുടെ എല്ലാം ഇവരോടെല്ലാം ഇസാക്കിനോടായാലും യാക്കോബിനോടായാലും എല്ലാവരോടും ദൈവം ഡയറക്റ്റ് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ സംസാരിച്ചതുപോലെയല്ല പിന്നീട് ദൈവം ന്യായപ്രമാണം കൊടുത്തപ്പോൾ ന്യായപ്രമാണത്തിലൂടെയാണ് ദൈവം സംസാരിക്കുന്നത്. ആ ന്യായപ്രമാണത്തിൽ നിന്നും മനുഷ്യൻ വഴിതെറ്റി പോകുമ്പോൾ പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് ദൈവം അവരോട് മാനസാന്തരപ്പെടാൻ അവരോട് ആവശ്യപ്പെടുന്നു. ഇതാണ് ന്യായപ്രമാണ കാലത്തിലെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ന്യായപ്രമാണ കാലത്തിൽ ദൈവം പറഞ്ഞൊരു കാര്യമാണ്, ഇസ്രായേലേ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവം, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കണം. പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വയലിലിരിക്കുമ്പോഴും എല്ലാം നീ അവയെക്കുറിച്ച് സംസാരിക്കണം. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കാൻ, പൂർണ്ണ മനസ്സോടുകൂടി സ്നേഹിക്കാൻ, പൂർണ്ണ ശക്തിയോടുകൂടി സ്നേഹിക്കാൻ, അത് നിന്റെ മക്കളും പഠിക്കാൻ, പരിശീലിച്ചു വരാൻ അവരോടും ഇത് പറയണം. വേറെ ഒന്നുമല്ല, ഇവിടെ ദൈവവും മനുഷ്യനും മാത്രമേ ഉള്ളൂ. ദൈവവും മനുഷ്യനും മാത്രമേ ഉള്ളൂ. ആ മനുഷ്യൻ
ദൈവത്തിനെ, തൻ്റെ സൃഷ്ടാവായ ദൈവത്തെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കണം. സ്നേഹിക്കാൻ, പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കണം. ദൈവത്തെ, പിതാവിനെ സ്നേഹിച്ച് ജീവിക്കണം. പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും അല്ലെങ്കിൽ അവന്റെ മുഴുവൻ ആത്മാവോടുകൂടി തന്നെ സ്നേഹിച്ച് ജീവിക്കുവാനാണ് ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചത്. അപ്പം ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 100% സ്നേഹം, 100% സ്നേഹം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിച്ചതായ ദൈവത്തിന്റെ ആ പദ്ധതി. പക്ഷേ പിന്നീട് നമുക്ക് കാണാം, ഇതിന് ശേഷം നമുക്ക് പിശാച് മനുഷ്യനെ ഈ ഒരു അവസ്ഥയിൽ വഞ്ചിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, പിശാച് അവനെ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുവാൻ, സ്പ്ലിറ്റ് ആക്കുവാൻ, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യനെ സ്പ്ലിറ്റ് ആക്കുവാൻ ദൈവത്തിന്റെ ആ വചനത്തോട് പിശാച് മായം കലർത്തും. ഇല്ലെങ്കിൽ അതിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പിശാച് അതിനേക്കാൾ ബെറ്റർ ആണെന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് മനുഷ്യനെ അതിലേക്ക് ആകർഷിക്കും. ഇതാണ് സംഭവിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4 മുതൽ 6 വരെ നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവം അവരെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം ന്യായപ്രമാണം കൊടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പറയാണ്. അതിന്റെ 4 മുതൽ 6 വരെ നമ്മൾ വായിക്കുമ്പോൾ കാണാം, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. കാരണം ദൈവവും മനുഷ്യനും ഉള്ളൂ ഇവിടെ, ദൈവവും മനുഷ്യനും ഉള്ളൂ. അപ്പൊ ദൈവവും മനുഷ്യനും മാത്രം ഉള്ളപ്പോൾ ആ ദൈവത്തെയാണ് നമ്മൾ പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കേണ്ടത്, പൂർണ്ണ മനസ്സോടുകൂടി പൂർണ്ണ ശക്തിയോടുകൂടി സ്നേഹിക്കേണ്ടത്. അപ്പം അങ്ങനെ സ്നേഹിക്കേണ്ട ജീവിതത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാൻ സാധ്യത ഉള്ള ഒരു കാര്യമാണ് വിഗ്രഹം, അന്യ ദൈവങ്ങൾ. അപ്പൊ അത് സംഭവിക്കാതിരിക്കാൻ, അവരുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ, കാരണം അവിടെ അതിനു മുമ്പേ തുടങ്ങിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന, അല്ലെങ്കിൽ ദൈവത്തിന് പകരമായി ദൈവമാണെന്നുള്ള തെറ്റിദ്ധാരണ, ഈ ദൈവമാണെന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ദൈവത്തിനെ സ്നേഹിക്കുന്ന രീതിയിൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് വേറെ മറ്റൊന്നിന് കൊടുക്കുന്ന ഒരവസ്ഥ. അത് ഇവിടെ തന്നെ നമുക്ക് കാണാം. ദൈവം കൽപ്പിക്കുന്ന കൽപ്പനയിൽ തന്നെ നമുക്ക് കാണാം, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും, ഭൂമിക്ക് കീഴ് വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമ അരുത്. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ അരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാണ്. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളെ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യും. അപ്പൊ ദൈവം വ്യക്തമായി കൊടുത്ത ആ ഒരു മനോഹരമായ മുന്നറിയിപ്പാണത്. കാരണം മക്കളെ, നിങ്ങൾ സൂക്ഷിച്ചോളാനാണ് പറയണത്. ഇങ്ങനെ ഒരു കാര്യം വരും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം വരാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും, എന്ത് തിരഞ്ഞെടുപ്പെടുക്കും? വീണ്ടും മനുഷ്യർക്ക് ജീവിതത്തിൽ വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് മുൻകൂട്ടി കാണാം, അറിയാം. അതുകൊണ്ട് തന്നെ ആവർത്തനം പുസ്തകം എഴുതുമ്പോൾ വീണ്ടും ഈ വിഷയം തന്നെ ആവർത്തിച്ച് പറയാണ്. ആവർത്തന പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ, ആവർത്തനം 4-ാം അധ്യായത്തില് അതിന്റെ 15 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. അവിടെ ദൈവം പറയാണ്, നിങ്ങൾ നന്നായി സൂക്ഷിച്ചുകൊള്ളുവിൻ. യഹോവ ഹോറബിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അരുളി ചെയ്ത നാളിൽ നിങ്ങൾ രൂപമൊന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആണിന്റെയെങ്കിലും പെണ്ണിന്റെയെങ്കിലും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു മൃഗത്തിന്റെയും സാദൃശ്യമോ, ആകാശത്തിൽ പറക്കുന്ന യാതൊരു പക്ഷിയുടെയും സാദൃശ്യമോ, ഭൂമിയിലുള്ള യാതൊരു ഇഴജാതിയുടെയും സാദൃശ്യമോ, ഭൂമിക്ക് കീഴ് വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിന്റെയും സാദൃശ്യമോ, ഇങ്ങനെ യാതൊന്നിന്റെയും പ്രതിമയായ വിഗ്രഹം ഉണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത്. അങ്ങനെ പിന്നീട് നമുക്ക് കാണാം, അവിടെ താഴെ തന്നെ പറയുന്നുണ്ട്, നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണുമ്പോൾ അവയെ നമസ്കരിപ്പാൻ സേവിപ്പാൻ വശീകരിക്കപ്പെടരുത്. കാരണം ഇതാ എവിടെയാണ് വശീകരണം? ആരാണ് ഈ വശീകരിക്കുന്നത്? ഇതിലൂടെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അതാണ് ചിന്തിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വശീകരിക്കുന്നത് ആരാണ്? പിശാചേ. അവനൊരു പദ്ധതിയുള്ളൂ, അവനൊരു ലക്ഷ്യമുള്ളൂ. ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം എന്തിലേക്കാണ്? ദൈവം നിർമ്മലതയോടുകൂടി സൃഷ്ടിച്ച കുഞ്ഞ് വളരുമ്പോൾ, ഒരു പുരുഷനും സ്ത്രീയും ഒക്കെ ആകുമ്പോൾ
അവരുടെ സ്വന്തം ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനം, തെരഞ്ഞെടുപ്പ്, ഇതിലൂടെയെല്ലാം അവരെ എങ്ങനെ, എന്ത് തീരുമാനിക്കണം, എന്ത് തെരഞ്ഞെടുക്കണം എന്ന് ദൈവത്തിന് വളരെ ആഗ്രഹമുണ്ട്. അവരെ തന്നെ സ്നേഹിക്കണം, തന്നെ അവർ മനസ്സിലാക്കണം. കാരണം അവർ തന്നിൽ നിന്ന് അകന്നു പോയാൽ, ദൈവത്തിന്റെ വഴികളിൽ നിന്ന് അവർ വിട്ടുപോയാൽ, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ ശിക്ഷാവിധിയിലേക്ക്, നിത്യാഗ്നിയിലേക്കാണ് അവർ പോകാൻ പോണത്. സാത്താന്റെ ആഗ്രഹം അതാണ്. മത്തായി 25:41 പറയുന്ന പോലെ പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയുന്നത്, അതാണ് സാത്താൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ മനുഷ്യരെ കുറിച്ചും ശപിക്കപ്പെട്ടവരെ എന്ന് പറയാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. ശപിക്കപ്പെട്ടവരെ, പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് കേൾക്കാൻ, ആ പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് പിശാചിന്റെ പ്രവൃത്തി. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് എന്താണ്? ദൈവം ദീർഘക്ഷമയോടുകൂടി, ദൈവം വളരെ മഹാസ്നേഹത്തോടുകൂടി, ദൈവം എന്താണ് മനുഷ്യനോട് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പം ഇവിടെ എല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ഇതാണ്. 1 കൊരിന്ത്യർ 10-14 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറയണത് വിഗ്രഹത്തെ വിട്ട് ഓടാനാ പറയണത്, വിഗ്രഹങ്ങളെ വിട്ട് ഓടാനായിട്ട് പറയണത്. അതേപോലെ 1 യോഹന്നാൻ 5:21 വാക്യത്തിൽ നമുക്ക് കാണാം, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ, കാരണം ദൈവം മനുഷ്യനെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് മനുഷ്യന്റെ മുമ്പിലുള്ള ആ ആരാധനാ കേന്ദ്രം എന്ന് പറയുന്നത് ദൈവമാണ്. അവന്റെ പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും പൂർണ്ണ ശക്തിയിലും പൂർണ്ണ ആത്മാവിലും നിറഞ്ഞ്, അവന്റെ ഹൃദയത്തിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകേണ്ടത് ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള സേവനം, ദൈവത്തോടുള്ള ആരാധന. ഇതാണ് അവനിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞൊഴുകേണ്ടത്. ഈ കാര്യത്തെ, അതിൽ നിന്ന് മനുഷ്യനെ തടസ്സപ്പെടുത്തുക എന്നുള്ളതും മാത്രമല്ല, അവനെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യനെ അവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പിശാച്. അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന സാത്താൻ ഒരുപാട് തന്ത്രങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അവന്റെ പ്രവൃത്തികളെല്ലാം തന്നെ നമുക്ക് കാണാം. അവൻ വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ്. അവനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവൻ ദൈവത്തിൽ നിന്ന്, ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് മനുഷ്യനെ മോഷ്ടിക്കുന്നു. യോഹന്നാൻ 10 വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എന്താണ്? യോഹന്നാൻ 10:10 മറ്റൊന്നുമല്ല കാണാൻ സാധിക്കുന്നത്. അവിടെ പിശാച് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ദൈവം ചെയ്യുന്നതും പിശാച് ചെയ്യുന്നതും എന്താണെന്ന് നമ്മൾ കാണാൻ സാധിക്കുകയാണ്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്തിനാ ചെയ്യുന്നത്? എന്താ സംഭവിക്കുന്നത്? മോഷ്ടിപ്പാനും, ദൈവത്തിൽ നിന്ന് നമ്മളെ മോഷ്ടിക്കുക, അറുക്കുക എന്നുവെച്ചാൽ കൊല്ലുക, മുടിക്കുക, നശിപ്പിക്കുക. ദൈവത്തിൽ നിന്ന് നമ്മളെ മോഷ്ടിക്കുക, നമ്മളെ കൊല്ലുക, നശിപ്പിക്കുക. ഇതാണ് പിശാച് ചെയ്യുന്നത്. കള്ളൻ എന്ന് ഉദ്ദേശിക്കുന്നത് പിശാചിനെ. എന്നാൽ കർത്താവ് പറയണത്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്ര ഞാൻ വന്നിരിക്കുന്നത്. യേശുവിന്റെ ഉദ്ദേശമുണ്ട്. യേശു ലോകത്തിലേക്ക് വന്നതിനാണ്. ഈ നാളുകളെല്ലാം കർത്താവായ യേശുവിന്റെ ജനനത്തെ ആളുകൾ ഓർക്കുകയായിരുന്നു. ഈ ക്രിസ്മസ് കാലം തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനാണ് അവൻ വന്നത്. അതാണ് മത്തായി 1:21 പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കണം, സർവ്വജനത്തിനുണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഇതാണ് ദൂതൻ ആട്ടിടയന്മാരോട് പറഞ്ഞത്. എന്താണ് സർവ്വജനത്തിനുണ്ടാവുന്ന മഹാസന്തോഷം? അവരെ, നിങ്ങൾക്ക് ആ രക്ഷകൻ കർത്താവ് യേശു ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുകയാണ്. എന്താണ്? തന്റെ ജനത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പോവുകയാണ്. ഇതാണ് എല്ലാ മനുഷ്യർക്കും ഉണ്ടാവാൻ പോണ സന്തോഷം. കാരണം ആളുകളുടെ ജീവിതത്തിൽ അവൻ ചെയ്ത പാപം, അവന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പാപം അവനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റി. ആദാം ഹവ്വ പാപം ചെയ്തു. അതുമൂലം അവർ ആത്മീയമായിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു, നഷ്ടപ്പെട്ടു. ദൈവം പറഞ്ഞ പോലെ
നിങ്ങൾ ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അവർ ആത്മീയമായി മരിച്ചു. ഭൗതികമായിട്ട് അവർ ജീവനോടെ ഉണ്ട്, പക്ഷേ ആത്മീയമായിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവർ മരിച്ചു. എഫെസ്യ ലേഖനം 2:1 പറയുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലുമാണ് മനുഷ്യൻ മരിക്കുന്നത്. മരിക്കുക എന്ന് പറഞ്ഞാൽ വേർപാടാണ്, സെപ്പറേഷനാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ആത്മീയമായിട്ട്. കാരണം മനുഷ്യൻ എന്നുള്ളത് ശരീരം മാത്രമല്ല, മനുഷ്യൻ ഒരു ആത്മീയ സൃഷ്ടിയാണ്. ആത്മാവും ശരീരവും അവനുണ്ട്. അകത്തെ മനുഷ്യൻ, പുറമേയുള്ള മനുഷ്യൻ അവനുണ്ട്. അവന് ആന്തരികമായ മനുഷ്യനെ സംബന്ധിച്ച്, അവന്റെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ മുറിഞ്ഞു. യെശയ്യാ 59:1-2 പറയുന്നതാണ്, രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാത്തവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ പാപങ്ങളാണ്, നിങ്ങളുടെ അകൃത്യങ്ങളാണ്. ദൈവം പറയാണ്, എന്നെയും നിങ്ങളെയും തമ്മിൽ അകറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് കേൾക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് താൻ മനുഷ്യരൂപം എടുത്തുകൊണ്ട് ഈ ലോകത്തിലേക്ക് അവൻ വന്നത്. പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കാൻ. ദൈവത്തിന്റെ വലിയ സ്നേഹമാണത്. യോഹന്നാൻ 3:14 കാണാം, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത്. ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്. തന്നെ അവന്റെ പുത്രനിൽ, ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനെ. പിശാച് എന്തിനാ വരുന്നത്? അർപ്പാൻ, നമ്മളെ കൊല്ലാൻ, ദൈവത്തിൽ നിന്ന് മോഷ്ടിക്കുക, നശിപ്പിക്കുക, നമ്മളെ കൊല്ലുക. പിശാചിന് അവന് സ്വർഗം നഷ്ടപ്പെട്ടതാണ് ഒരു ദിവസം. നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവൻ അകറ്റപ്പെട്ടു. ഇനി അവിടേക്ക് ഒരിക്കലും അവന് പ്രവേശിക്കാൻ പറ്റില്ല. അവൻ ഇനി ഒരു മാനസാന്തരപ്പെടാനുള്ള അവസരമില്ല. അത് പിശാചിന് അറിയാം. അവൻ എന്നേക്കുമായി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എന്നേക്കുമായി അവനെ ശിക്ഷിക്കും. നരകം ഉണ്ടാക്കിയിരിക്കുന്നത് അവന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവൻ്റെതായ പദ്ധതി മെനഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. ദൈവം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ, ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന മനുഷ്യനെ അവൻ പിടിച്ച് മോഷ്ടിക്കുക, അറുക്കുക, നശിപ്പിക്കുക, അവനോടൊപ്പം നരകത്തിലേക്ക് കൊണ്ടുപോവുക. ഇതാണ് പിശാചിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് വേണ്ടി പിശാച് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനെ വെളിപ്പാട് പുസ്തകത്തിൽ 12 നമ്മൾ വായിച്ച പോലെ തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് പിശാചിനറിയാം. അതുകൊണ്ട് അവൻ മഹാക്രോധത്തോടുകൂടി കുറച്ചു കാലം, അവനെ ശേഷിച്ചിരിക്കുന്ന വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അവൻ ചെയ്യാൻ പറ്റുന്നതെല്ലാം സർവശക്തിയോടുകൂടി ചെയ്യും. അതാണ് പിശാചിന്റെ ലക്ഷ്യം. അവന് ഉറക്കമില്ല. അവൻ രാവും പകലും ഉണർന്നിരിക്കുന്ന ശത്രുവാണ്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, ഉണർന്നിരിപ്പിൻ, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ, എഴുന്നേൽപ്പിൻ, പകലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രവർത്തിക്കുക. ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞു. മറ്റൊരു കാര്യം കൂടി അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിശാചിന്റെ മറ്റൊരു പ്രവൃത്തിയാണ് സുവിശേഷം കേൾക്കാതിരിക്കുക. സുവിശേഷം അഥവാ കേട്ടാലും മനസ്സിലാകാതിരിക്കുക. അതിന് 2 കൊരിന്ത്യർ നമുക്ക് 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്, അതായത് അതിന്റെ 4-ാം വാക്യത്തിലാണ്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ഇവിടെ ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നത് പിശാചിനെയാണ്. ഈ ലോകത്തിന്റെ ദൈവമാണ് പിശാചി. യേശു പറഞ്ഞു ഈ ലോകത്തിന്റെ പ്രഭു. അപ്പം ഈ ലോകത്തിന്റെ പ്രഭു ഇല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്നത് അത് യേശുവിനെ പോലും വെറുതെ വിട്ടിട്ടില്ല. അവൻ യേശു ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്ത സമയത്ത് യേശു യോഹന്നാനിൽ നിന്ന് സ്നാനമേറ്റതിന് ശേഷം പിശാചവനെ പരീക്ഷിക്കുകയാണ്. അവിടെ മത്തായി സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, വീണ് എന്നെ നമസ്കരിച്ചാൽ നീ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, ഈ കാണുന്നതെല്ലാം എനിക്കുള്ളതാണ്, പക്ഷെ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ. യേശുവിനെ പോലും, പൂർണ്ണ മനുഷ്യൻ 100% യേശു മനുഷ്യ ശരീരത്തിൽ വന്നപ്പോൾ യേശുവിനെ പോലും അവൻ വെറുതെ വിട്ടില്ല.
അവനെയും യേശുവിനെ പോലും ആ പദ്ധതിയിൽ നിന്ന് തകർക്കാൻ പിശാചി അത്രമാത്രം പവറോട് പ്രവർത്തിച്ചത്. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രങ്ങളെ നമുക്ക് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നതാണ്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാത്തവരെ, അവിശ്വസിക്കുന്നവരെ അവരുടെ മനസ്സ് പിശാച് കുരുടാക്കുകയാണ്. വചനം കേൾക്കാൻ താല്പര്യമില്ല. സുവിശേഷം കേൾക്കുമ്പോൾ, കർത്താവിന്റെ വചനം വായിക്കുമ്പോൾ അതിനോട് താല്പര്യമില്ല, ആഗ്രഹമില്ല, വാഞ്ചയില്ല. കേൾക്കാൻ അതിന് സമയം കണ്ടെത്തുന്നില്ല. ഇന്ന് ദൈവം മനുഷ്യനെ രക്ഷിക്കാനുള്ള, ഇരുട്ടിൽ നിന്ന് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും അനുഗ്രഹമായ ഒന്നാണ് ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം. തേജസ്സുള്ള സുവിശേഷമാണ്. ആ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം എന്ന് വെച്ചാൽ അതിന്റെ ആ പ്രകാശം മനുഷ്യർക്ക് കിട്ടാതിരിക്കുവാൻ അവിശ്വാസികളുടെ ഹൃദയത്തെ പിശാച് കുരുടാക്കും. കാരണം അവിശ്വാസികളുടെ ഹൃദയത്തിൽ പ്രവർത്തിപ്പാൻ പിശാചിന് കഴിയും. കാരണം പാപം ചെയ്യുന്ന, നേരത്തെ നമ്മൾ വായിച്ച പോലെ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ വായിച്ച പോലെ, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണ്. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. പിശാചിന് മക്കളൊന്നുമില്ല, പിശാച് മക്കളെയൊന്നും ജനിപ്പിച്ചിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ മക്കളായ ദൈവത്തിന്റെ മനുഷ്യനെ പിശാച് മോഷ്ടിച്ചെടുത്തതാണ്. ആ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാണ് ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. എബ്രായ ലേഖനത്തിലെ 3-ാം അധ്യായം 8 മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം. എബ്രായ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിൽ 8 മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിൽ വെച്ച് പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എന്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുവിൻ. അപ്പം ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്രകാരം, അതായത് അതിന്റെ 19 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ദൈവത്തിന്റെ ഇവിടെ അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകാൻ ഇസ്രായേൽ ജനങ്ങൾ മരുഭൂമിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് ദൈവം അവരെ കൊണ്ടുവന്നിട്ട് ദൈവത്തിന്റെ അത്ഭുതങ്ങളെല്ലാം കണ്ടിട്ടും ദൈവം അവരെ എല്ലാ ദിവസവും മന്ന കൊടുക്കുന്നുണ്ട്. അതെല്ലാം അവർ ഭക്ഷിക്കുന്നുണ്ട്. ദൈവം എല്ലാ ദിവസവും മേഘത്തിലും അഗ്നി തൂണിലും അവർക്ക് മുകളിൽ എപ്പോഴും ഉണ്ട്. എല്ലാം കണ്ടുണ്ട്. അവർ ചെങ്കടൽ കടന്നാണ് പുറത്തേക്ക് വന്നത്. 10 ബാധകൾ ഈജിപ്തിൽ കണ്ടതാണ് അവര്. എന്നിട്ടും ഹൃദയം കഠിനമാക്കിയാണ്. എന്നിട്ടും അവർ ആ ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു. ഒരു കാളക്കുട്ടീനെ ഉണ്ടാക്കി ആരാധിച്ചു. ഇതാണ് ഞങ്ങളുടെ ദൈവം എന്ന് അവർ പറഞ്ഞു. ഇതാണ് മനുഷ്യനെ പിശാച് വഞ്ചിക്കുന്നത്. പിശാച് വഞ്ചിച്ചുകൊണ്ടേയിരിക്കും. പിശാച് ചതിയനാണ്, കൊലപാതകനാണ്, മോഷ്ടിക്കുന്നവനാണ്, അറുക്കുന്നവനാണ്, മുടിക്കുന്നവനാണ്. അവന്റെ തന്ത്രം അവൻ ആയിരക്കണക്കിന് വർഷങ്ങളായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വഴികളെ മറിച്ചു കളയുക, കോട്ടിക്കളയുക, അതിനോട് മായം കലർത്തുക, ഇതൊക്കെയാണ് പിശാചിന്റെ പ്രവൃത്തി. അപ്പം ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇപ്പൊ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. പാപത്തിന്റെ ചതിയാണ്. ഇന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊടുവിൻ. എന്താണ് അവൻ ചെയ്യുന്നത്? ഉദാഹരണത്തിന്, ഇന്ന് കോടിക്കണക്കിന് ജനങ്ങൾ വഴിതെറ്റി കിടക്കുന്ന മറ്റൊരു സത്യമുണ്ട്. കോടിക്കണക്കിന് ജനങ്ങൾ വഴിതെറ്റി കിടക്കുന്നു. അവർക്ക് ദൈവത്തെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് പിശാച് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുകയും ഏറ്റവും കൂടുതൽ ആളുകൾ വഴിതെറ്റിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് വിഗ്രഹാരാധന, അന്യ ദൈവങ്ങളെ സേവിക്കുന്നത്. ഇതൊരു മിഠായിയാണ്.
ഈ മിഠായി നമുക്കറിയാം ഇത് മിഠായിയാണ്. ഈ മിഠായിയുടെ ഈ പേപ്പറിന്റെ അകത്ത് മനോഹരമായ നല്ല രുചിയുള്ള മിഠായിയാണ്. പക്ഷെ ഈ മിഠായിക്ക് പകരം ഇതിന് പകരം പിശാചി ചെയ്യേണ്ടത് ഈ മിഠായി പേപ്പർ കൊണ്ട് തന്നെയാണ് പൊതിയുന്നത്. ഈ മിഠായി പേപ്പറിൽ സൈനൈഡാണ് പക്ഷെ പൊതിഞ്ഞു വെച്ചേക്കുന്നത്. പിശാചി ചെയ്യേണ്ടത് എന്നാണ് ഇതിൻ്റെ അകത്ത് മിഠായിക്ക് പകരം സൈനൈഡ്. ഇത് പക്ഷെ കണ്ടു കഴിഞ്ഞാൽ മിഠായിയാണ്. ഇതുപോലെയാണ് പിശാച് അവന്റെ ചതി, അവന്റെ ഇവിടെ പറയുന്നത് പാപത്തിന്റെ ചതി. എന്താണ് ഇവിടെ ചെയ്യുന്നത്? പാപത്തിന്റെ ചതി. ഇസ്രായേൽ ജനങ്ങൾ കൂടുതലും ചെയ്ത പാപത്തിന്റെ ചതി എന്താണ്? അവർ ദൈവത്തോട് എതിർത്ത് നിൽക്കുക, മോശയോട് എതിർത്ത് നിൽക്കുക, വിഗ്രഹങ്ങളിലേക്ക് അവർ തിരിഞ്ഞു. പലപ്പോഴും അവർ കനാൻ നാട്ടിലേക്ക് വന്നപ്പോഴും ചെയ്തത് എന്താണ്? ചില രാജാക്കന്മാരെ അവരെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചത് എന്ത് ചെയ്തുകൊണ്ടാണ്? അന്യവിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യനെ വലിച്ച് താഴേക്കിടുക എന്ന ഏറ്റവും കൂടുതൽ പിശാച് ഉപയോഗിച്ചിട്ടുള്ള ഒരു വഴിയാണ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുക. ദൈവം പറഞ്ഞത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ തന്നെ ദൈവം പറഞ്ഞെന്താണ്? ഒരു മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലുള്ള എങ്കിലും ഉള്ള യാതൊന്നിന്റെയും പ്രതിമ ഉണ്ടാക്കരുത്. ആവർത്തന പുസ്തകത്തില് 5-ാം അധ്യായത്തില് പ്രത്യേകമായിട്ട് 4-ാം അധ്യായത്തിൽ അവിടെ പ്രത്യേകമായിട്ടും കൂടി ഓർമ്മിപ്പിച്ചു, സ്ത്രീയുടെയോ പുരുഷന്റെയോ ഉണ്ടാക്കരുത്. 4-ാം അധ്യായത്തിൽ 15 തൊട്ട് 19 അല്ലെങ്കിൽ 18 വരെ നമ്മൾ വായിക്കുമ്പോൾ ആണിന്റെയെങ്കിലും അല്ലെങ്കിൽ പെണ്ണിന്റെയെങ്കിലും രൂപം ഉണ്ടാക്കരുത്. അവിടെ സ്ത്രീയുടെയോ പുരുഷന്റെയോ പക്ഷിയുടെ ഉണ്ടാക്കരുത്, മൃഗങ്ങളുടെ ഉണ്ടാക്കരുത്. ഒന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കി വർഷത്വം പ്രവർത്തിക്കരുത്. പക്ഷേ എത്ര ആഗ്രഹത്തോടുകൂടി, എത്ര ഭക്തിയോടും ഭയത്തോടും കൂടിയാണ് ഇന്ന് മനസ്സിൽ യാതൊരു കുറ്റബോധവുമില്ലാതെ മനുഷ്യൻ വിഗ്രഹങ്ങളെ സേവിക്കുന്നത്. ദൈവത്തിന്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കണം. ദൈവവും മനുഷ്യനും മാത്രമേ ഉള്ളൂ. ദൈവവും മനുഷ്യനും മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ നമ്മുടെ ഹൃദയത്തിൽ മറ്റൊന്നിനും കൊടുക്കാൻ വേറെ സ്ഥാനമില്ല. ദൈവം അങ്ങനെ ആക്കി തന്നിട്ടില്ല നമുക്ക്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത് അവിടെ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അത് കർത്താവ് അയച്ചത്. ദൈവം സ്വർഗത്തിൽ നിന്ന് അയച്ച് ദൈവം തന്റെ പുത്രനെയാണ് ലോകത്തിലേക്ക് അയച്ചത്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരുവാൻ. 1 തിമോത്തി 2:5 കാണാൻ സാധിക്കും, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുപടിയായി തീർന്ന മനുഷ്യനായ യേശു ക്രിസ്തു. വേറെ ആരുമില്ല. പക്ഷെ പിശാച് എന്ത് ചെയ്യും? അങ്ങനെയല്ല. മിഠായി പേപ്പറിൽ അവൻ സൈനൈഡ് പൊതിഞ്ഞിട്ട് ഇപ്രകാരം മധ്യസ്ഥന്മാര്, പുണ്യവാന്മാര്, പുണ്യവതികള്, അങ്ങനെ പല 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 കാര്യങ്ങളിലൂടെയും അതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ തരികയാണ്. കോടിക്കണക്കിന് ജനങ്ങളാണ് അതിന്റെ പിന്നാലെ പോകുന്നത്. പക്ഷെ നമുക്കറിയാം പിശാചിന്റെ ഏക ലക്ഷ്യം എന്താണ്? മത്തായി 25:41 കർത്താവ് പറഞ്ഞ പോലെ, ശപിക്കപ്പെട്ടവരെ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയുന്നത്, മനുഷ്യനെ കുറിച്ച് അങ്ങനെ പറയുന്നത് കേൾക്കാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. പിശാചിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതാണ്. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ എന്നേക്കുമായി നഷ്ടപ്പെടണം. കാരണം 2 തെസ്സലോനിക്ക 1:6-7 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്: കർത്താവ് യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും. എങ്ങനെ ദൈവത്തെ അറിയാതെ പോണത്? വഞ്ചന. ദൈവത്തെ അറിയിക്കുന്നതിന് പകരം അന്യദൈവങ്ങളാണ് പ്രഘോഷിക്കപ്പെടുന്നത്. പിശാചിന്റെ തന്ത്രമാണത്. ദൈവത്തെ പ്രഘോഷിക്കുന്നതിന് പകരം അന്യദൈവങ്ങൾ പ്രഘോഷിക്കപ്പെടുക. അപ്പം അന്യദൈവങ്ങളാണ് മനുഷ്യരുടെ ഉള്ളിലേക്ക് കയറുക. അപ്പൊ ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും, അഥവാ സുവിശേഷം വചനം വായിച്ചാലും അത് ഈ സ്വാധീനം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട്, ഇങ്ങനെയുള്ള സ്വാധീനങ്ങൾ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് സുവിശേഷം കേട്ടാലും അത് അനുസരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ 2 തെസ്സലോനിക്ക ലേഖനത്തിലും അല്ലെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ 4-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ
2 കൊരിന്ത്യർ 4:4 പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കുന്നു. ഈ ലോകത്തിന്റെ ദൈവം പിശാചി മനുഷ്യന്റെ ഹൃദയം കുരുടാക്കിയിട്ടുള്ളത് കൊണ്ട് സുവിശേഷം കേട്ടാലും മനസ്സിലാക്കാതെയും പോണു. കാരണം അത്രത്തോളം പിടിമുറുക്കുകയാണ്. പക്ഷെ എന്താ സംഭവിക്കണം? വാസ്തവത്തിൽ എന്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് 2 തെസ്സലോനിക്ക 1:6-7 ഒന്നുകൂടി നമ്മൾ വായിക്കുമ്പോൾ, കർത്താവ് യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോട് കൂടി ആശ്വാസം പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തന്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിന് ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങളെ വിശ്വസിച്ച പോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയം ആകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. നിത്യനാശമെന്ന ശിക്ഷാവിധി വാസ്തവത്തിൽ ആർക്കുള്ളതാണ്? പിശാച് അവന്റെ ദൂതന്മാർക്കും വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നതാണ്. പക്ഷെ അതിലേക്ക് പോവുകയാണ്. അതിലേക്കാണ് ദൈവം മനുഷ്യനെ കൈവിട്ട് കളയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? നമ്മളെ ഈ ലോകം മെനയുമ്പോൾ തന്നെ, ഈ ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവത്തിന്റെ മനോഹരമായ ലക്ഷ്യം, ദൈവം നമ്മളെ ഒരു കുഞ്ഞ് നിർമ്മല സൃഷ്ടിയായി, ഒരു നിർമ്മലമായി നിഷ്കളങ്കനായ ഒരു കുഞ്ഞായിട്ട് ദൈവം നമ്മളെ നിർമ്മിച്ചപ്പോൾ, മെനഞ്ഞപ്പോൾ, ഞാൻ ഒരു ശിശുവായി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഞാൻ പുറത്തു വന്നപ്പോൾ എന്നെ ദൈവം കൈപിടിച്ച് നടത്തുവാൻ ആഗ്രഹിച്ചത് അവന്റെ മഹത്വത്തിലേക്ക് ഞാൻ പ്രവേശിക്കണമെന്നാണ്. നമ്മളെ ഓരോ വ്യക്തികളെ കുറിച്ചും ദൈവത്തിന്റെ മനോഹര ലക്ഷ്യം അതാണ്. പക്ഷെ നമ്മുടെ തെരഞ്ഞെടുപ്പാണ് സുവിശേഷം വേണ്ട നോക്കുന്നത്. നമ്മുടെ തെരഞ്ഞെടുപ്പാണ് ദൈവത്തിനേക്കാൾ പിശാചിന്റെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടുക എന്നുള്ളത്. കാരണം പിശാചിന്റെ വലിയ സ്വാധീനം നമ്മുടെ മേൽ നടക്കുകയാണ്. നമ്മളെ വഞ്ചിക്കുന്ന പിശാചിനെ അറിയാതെ പോവുകയാണ്. നമ്മളെ സ്നേഹിക്കുന്ന പിതാവിനെ നമ്മൾ മനസ്സിലാക്കാതെ പോവുകയാണ്. നമ്മളോട് ഇത്രത്തോളം ദീർഘക്ഷമ കാണിക്കുന്നവൻ, നമ്മുടെ മൂക്കിൽ ശ്വാസം തന്നവൻ, ജീവൻ തന്നവൻ, ഓരോ ദിവസവും ആഹാരം തരുന്നവൻ, നമുക്ക് കുടിക്കാൻ വെള്ളം തരുന്നവൻ, നമ്മളെ ഓരോ ദിവസവും പോറ്റി പുലർത്തുന്നവൻ, ഉണ്മാനും ഉടുപ്പാനും എല്ലാം തന്നെ നമ്മുടെ ഈ ലോകത്തിൽ നമ്മളെ ഇപ്രകാരം നിർമ്മിച്ച് നടത്തിയ ദൈവം, സ്നേഹവാനായ പിതാവിനെ ബഹുമാനിക്കാതെ, സ്വർഗീയ പിതാവിനെ മറന്ന് നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. ലോകത്തിൽ പിശാചിന്റെ പ്രവൃത്തികൾ, സാത്താന്റെ ആലോചനകൾ, സാത്താന്റെ തന്ത്രങ്ങൾ, അവന്റെ ചതി, കാരണം അവനെ കാണിക്കുന്നത് ഒരു കുഞ്ഞാടിനെ പോലെ തോന്നുമെങ്കിലും വായ തുറക്കുമ്പോൾ സർപ്പത്തിന്റെ പോലെയുള്ള വായാണ്, ഇല്ലെങ്കിൽ നാവാണ്. അവൻ നുണ പറയുന്നു, ഭോഷ്ക് പറയുന്നു, അവൻ കൊല ചെയ്യുന്നു, അവൻ നമ്മളെ ജീവൻ എടുത്തു കളയുന്നവനാണ് അവൻ. നമ്മുടെ കർത്താവ് പക്ഷേ ജീവൻ തരുന്നവനാണ്. നമ്മളെ ഈ സമയത്ത് നമ്മൾ ആരെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. നന്മയും തിന്മയും തമ്മിലുള്ള ഈ പോരാട്ടമാണ്. ഇതിൽ ആരെ നാം തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം. ഈ ഒരു പുതുവർഷത്തിൽ നമുക്ക് ദൈവം മുമ്പിലേക്ക് തന്നിരിക്കുമ്പോൾ നമ്മുടെ സമയം എത്രത്തോളം ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിലാക്കുന്നുവോ, എത്രത്തോളം ദൈവത്തിന്റെ വചനം വായിക്കാനും മനസ്സിലാക്കാനും, അവന്റെ വചനത്തിലേക്ക് നമ്മുടെ ധ്യാനം, അവന്റെ വചനത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ, ദൈവത്തിന്റെ ആത്മീയ സത്യങ്ങൾ തിരിച്ചറിയുവാൻ നമ്മുടെ സമയം കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ പിശാചിന്റെ പ്രവൃത്തികളെ, അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകുവാനും വിജയിക്കുവാനും, അവൻ നമുക്ക് കാണിച്ചു തന്നതുപോലെ എന്നെ സ്നേഹിച്ച് എൻ്റെ കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്. യോഹന്നാൻ 12-ാം അധ്യായത്തിന്റെ 48-ാം വാക്യത്തിൽ, എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ കളയുന്നവനെ ന്യായം വിധിക്കുന്നവനുണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തുന്ന ആളിൽ അവനെ ന്യായം വിധിക്കും. അതായത് എന്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നവനെ എന്ന് പറഞ്ഞാൽ
അതുപോലെ യോഹന്നാൻ 14-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടി വാസം ചെയ്യും. ദൈവത്തിന്റെ മനോഹരമായ ലക്ഷ്യം അതാണ്. പഴയ ഈജിപ്തിൽ നിന്ന് ജനത്തെ വീണ്ടെടുത്തപ്പോൾ ഒരു ഭൗതിക രക്ഷയാണ് നൽകിയത്. ഒരു ഭൗതികമായ സമാഗമന കൂടാരം, ഭൗതികമായ പൗരോഹിത്യം, ഭൗതികമായ ഒരു മന്ന, ഇതെല്ലാം അവരനുഭവിച്ചു. പക്ഷേ ഇന്ന് പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, കർത്താവ് യേശു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പുതിയ ഉടമ്പടി ആരംഭിച്ചു. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുവാൻ സ്നാനമേറ്റ് നമ്മുടെ പാപങ്ങൾ കഴുകപ്പെട്ട് നാം ക്രിസ്തുവിനോട് ചേരുമ്പോൾ, അവനെ ധരിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുമ്പോൾ, നമ്മളൊരു അവന്റെ രാജ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. അവന്റെ രാജ്യത്തിലായിരിക്കുന്ന നാം ദൈവത്തിന്റെ രാജകീയ പുരോഹിത വർഗമാണ്. പുതിയ നിയമത്തിൽ തികച്ചും നമ്മളെ ഒരു ആത്മീയമായ ഒരു പുതിയ സൃഷ്ടിയാക്കി ദൈവം നമ്മളെ മാറ്റുകയാണ്. ഒരു പുതിയ ജനം, പുതിയ സൃഷ്ടി, ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയായി നമ്മളെ ദൈവം രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണവും കംപ്ലീറ്റ് ദൈവം നമ്മളെ ആത്മീയമായ ഒന്നിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ഒരു വർഷം നമുക്ക് ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയുവാനും കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും അധികമായിട്ട് നമ്മുടെ ആത്മീയ ആന്തരിക മനുഷ്യനെ പോഷിപ്പിക്കുവാനും കഴിയുന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവത്തെ അധികം ആസ്വദിക്കുവാൻ, ദൈവത്തെ അധികം സ്നേഹിക്കുവാൻ, അവന്റെ ഇഷ്ടം കൂടുതൽ ചെയ്യുവാനും കർത്താവ് നമ്മളെ അധികം സഹായിക്കട്ടെ. അതിനായി ഈ പുതുവത്സരത്തിൽ എല്ലാവരെയും, പ്രത്യേകിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും അതിലേക്ക് നമ്മൾക്ക് ഉത്സാഹിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മളും അന്യോന്യം പരസ്പരം ഉത്സാഹിപ്പിച്ചും പ്രചോദിപ്പിച്ചും നമുക്ക് നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ, തീരുമാനങ്ങൾ, നമ്മുടെ മനോഭാവങ്ങളെല്ലാം ദൈവത്തിന് പ്രസാദമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന്റെ ദൂതൻ ആട്ടിടയന്മാരോട് പറഞ്ഞ പോലെ ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. താങ്ക് യു.